ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ ഇന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയോടൊപ്പം ഈസ്റ്റർ പെരുന്നാളിൽ സംബന്ധിക്കുകയാണ്. കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതേറ്റു പറയുന്നു. തന്മൂലം ഞങ്ങൾക്കുണ്ടായ നിത്യജീവനിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും ഒരുമിച്ച് സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. നന്മ അത് ശാശ്വതമാണ്. സത്യമേവ ജയതേ. ധാർമ്മികതയിലേക്കും സത്യത്തിലേക്കും നിത്യജീവനിലേക്കും ദൈവ വഴികൾ നീളുന്നു. അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്ന ഒരു തിരുനാൾ കൂടിയാണ് ഇന്ന്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കുകയും അവരുടെ വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തിൻ്റെ വളർച്ചയായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ലോകം, പൊതുസമൂഹം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അപ്പുറത്ത് ജീവിക്കുന്ന പൊതുസമൂഹത്തിലെ വിശ്വാസഗണം സത്യമേവ ജയതേ, ധർമ്മം അനശ്വരം എന്ന് ലോകത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നല്ല ദിവസം. അതിന് കാരണമായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ്. ആ വലിയ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ എല്ലാവർക്കുമായിട്ട് നേരുന്നു. കാവ്യനീതി എന്നത് നാം കേട്ടിട്ടുണ്ട്. കാലം മറച്ചു പിടിക്കുമ്പോഴും മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന സ്വാഭാവിക നീതി അത് സംഭവിക്കുക തന്നെ ചെയ്യും. യഹൂദനെ സംബന്ധിച്ച് കുരിശിൽ കിടന്നുള്ള മരണം മണിക്കൂറുകളുടെ വേദന അനുഭവിച്ചതിന് ശേഷമുള്ള മരണമാണ്. യഹൂദന് അത് പാടില്ല എന്ന ഒരു നടപടിക്രമം നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ഭൂമധ്യത്തിൽ ഇതാ ദൈവപുത്രൻ, മനുഷ്യനായി പിറന്ന ദൈവം നഗ്നനാക്കപ്പെട്ട് ക്രൂശിൽ ആണികളാൽ ചേർത്ത് വച്ച് തറയ്ക്കപ്പെട്ട് വേദനയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ അവൻ്റെ ഉയർപ്പ് വ്യത്യസ്തമാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ദൈവപദ്ധതി പ്രകാരം മരണത്തെ കീഴടക്കുന്ന ദൈവ പദ്ധതി, അവിടെ തിളങ്ങി നിൽക്കുക, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ പദ്ധതി, സ്നേഹത്തിൻ്റെ പദ്ധതി, അത് പൂർത്തീകരിക്കലാണ് മരണത്തിന്മേലുള്ള വിജയം മൂലം. ലോകത്തിന് എന്തു പാഠമാണ്? ലോകത്തിന് എന്തു പാഠമാണ് നൽകുവാൻ കഴിയുക? ദൈവത്തിന് നൽകുവാൻ സന്ദേശമുണ്ട്, പാഠമുണ്ട്, മനുഷ്യന് പഠിക്കുവാൻ ആവോളമുണ്ട്. മനുഷ്യനില്ലാതാക്കിയാൽ
ദൈവ പദ്ധതി തകർന്നു പോകുമോ? മനുഷ്യൻ കൂച്ചുവിലങ്ങിട്ടാൽ ദൈവത്തിൻ്റെ കരുതൽ അവസാനിച്ചു പോകുമെന്നാണോ? മനുഷ്യൻ സർവശക്തിയുമെടുത്ത് സീൽ ചെയ്ത് കാവൽ നിർത്തിയാൽ ദൈവം അനങ്ങില്ല എന്നാണോ? അതുവരെയും ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു ഖബറിലാണ് യഹൂദാചാരപ്രകാരം യേശുക്രിസ്തു അടക്കപ്പെടുന്നത്. അതുവരെയും ആരിലും കണ്ടിട്ടില്ലാത്ത ഒരു ഉയർപ്പാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ലോകം ദർശിച്ചത്. അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പടയാളികളിൽ ഒരുവൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ഒഴുകുന്നു. അവൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ ഡെഡ് ബോഡിക്ക് കാവൽ എന്നതുപോലെ പട്ടാളത്തെ ചുറ്റും നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അണുവിട മാറാതെ ശതാധിപൻ നിൽക്കുകയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സെക്യൂരിറ്റി ഫോഴ്സുകളെല്ലാം നിലംപരിശാവുകയും അരുതാത്ത പ്രസ്താവന ശതാധിപൻ നൽകുകയും ചെയ്യുകയാണ്. ശതാധിപൻ എന്താ പറഞ്ഞത്? ഇവൻ സത്യമായും നീതിമാനായിരുന്നു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. യേശു കർത്താവിൻ്റെ മരണത്തിൽ ഒരു പുതിയ വഴി തുറക്കുകയാണ്. അവൻ യഹൂദ ആചാരപ്രകാരമല്ല വധിക്കപ്പെടുന്നത് എങ്കിലും അവന് നൽകപ്പെടുന്ന ശവസംസ്കാരം മരണാനന്തര ബഹുമതി യഹൂദന് അർഹമായതാണ്. സുഗന്ധദ്രവ്യവും ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയും അതിൻ്റെ സംസ്കരണവും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മരണത്തിൽ അവനെ പരിഹസിച്ചവർ അവനെ ആദരപൂർവം ഖബറിൽ അടക്കുകയാണ്. അവിടെ ദൈവനീതി ഒരു പുതിയ ശൈലിയിൽ രംഗപ്രവേശനം ചെയ്യുകയാണ്. ഞായറാഴ്ചയിലെ പ്രഭാതത്തിൽ കാണുന്നത് കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നവരും അവൻ്റെ ശരീരത്തെക്കുറിച്ച് പുതിയ കഥകൾ മെനയുവാൻ ഏർപ്പെടുത്തപ്പെട്ടവരുമായവർക്ക് ഒരു പുതിയ പ്രകാശം ലഭിക്കുകയാണ്. മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ അന്വേഷിക്കുന്നത് എന്ത് എന്ന ഒരു ചോദ്യത്തിൽ അവൻ ഖബറിൽ നിന്ന് ഉയർത്തു. ശൂന്യമായ കല്ലറ അത് വെളിപ്പെടുത്തുന്നു. പത്രോസും യോഹന്നാനും ഓടി ഖബറിങ്കൽ വരുന്നു. പത്രോസിൻ്റെ പ്രായത്തെയും സ്ഥാനത്തെയും മാനിച്ച് ചെറുപ്പക്കാരനായ യോഹന്നാൻ അവിടെ കാത്തു നിൽക്കുന്നു. പത്രോസ് വന്നതിന് ശേഷം അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം യോഹന്നാൻ പത്രോസിൻ്റെ പിന്നാലെ ഖബറിലേക്ക് പ്രവേശിച്ച് ഉറപ്പുവരുത്തുന്നു. അവനിവിടെയില്ല. നിങ്ങൾ അവനെ എന്തിന് ഇവിടെ അന്വേഷിക്കുന്നു? അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലാണ്. ഇതേ സമയം സമാധാനം എന്നാശംസിച്ച് ഉദ്ധിതനായ കർത്താവ് തൻ്റെ പുതിയ ജീവിത തലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വലിയ അനുഭവം എന്നത് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന അഭേദ്യമായ ഒരു ബന്ധമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇതുപോലെ വൈകാരികമായി തള്ളിപ്പറയാനും അതിനേക്കാൾ ശക്തമായി ഏറ്റുപറയുവാനും ദൈവം ഉപയോഗിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ മനുഷ്യർ വേറെ ആരുണ്ട്?
യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെ നിരാകരിക്കുന്നതും നിരാകരിക്കുന്നവരെ മാനിക്കുന്നതും നിരാകരിക്കാൻ മടികാട്ടുന്നവരെ കുന്തം കൊണ്ടും കായിക ബലം കൊണ്ടും കീഴ്പ്പെടുത്തുവാൻ അധികാരപത്രം കയ്യിലിരിക്കുന്ന ശാവൂൽ എന്ന യുവഭടൻ, തേരാളി, യഹൂദ നിയമമറിയാവുന്നവൻ, പണ്ഡിതൻ, ഇതാ ഒരു വേള നമ്മോട് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ആർക്കും കഴിയുകയില്ല. Nothing can separate me from the love of Christ. അടർത്തി മാറ്റാനാവാത്ത വാക്കുകൾ പോലെ ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ശക്തി സാക്ഷ്യമായി പുറത്തേക്ക് വരികയാണ്. Nothing can separate me from the love of Christ. യേശു കർത്താവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ ഒരു ശക്തിക്കും വേർപെടുത്താനാവില്ല. ഈ പൗലോസ് അപ്പോസ്തലൻ യേശു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്. ക്രൂശിതനായ കർത്താവിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പണ്ഡിത സദസ്സിൽ പൗലോസ് ഉറക്കെ പറയുകയാണ്. I am proud of the crucified Christ. ക്രൂശിതനായവരിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ പൗലോസ് ശ്ലീഹ കോറിന്തിലെ സഭയെ പഠിപ്പിക്കുമ്പോൾ പറയുന്നു, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ജീവിതം ആയുസ് മുഴുവനും യേശുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ശാവൂൽ പൗലോസായവൻ അപ്പസ്തോല ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സ്വർഗം ഒരു പുതിയ ക്രമത്തിൽ അവരോധിക്കുന്നവൻ, വിജാതീയരുടെ അപ്പസ്തോലനായി പരിഗണിക്കപ്പെടുന്ന പൗലോസ് പറയുന്നു, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എൻ്റെയും ഞങ്ങളുടെയും പ്രസംഗം വ്യർത്ഥം, ഒന്നുമല്ല. ഇറ്റ് ഈസ് നത്തിങ്. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അങ്ങനെ പറയണമെങ്കിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ, അങ്ങനെ പറയണമെങ്കിൽ അത്രമാത്രം ഉറപ്പോടും വിശ്വാസത്തോടും കൂടി തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ സ്വർഗത്തെക്കുറിച്ചുള്ള പദ്ധതിയിൽ ശ്ലീഹ പൗലോസ് പഠിപ്പിക്കുക. ലോകം മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൊതുസമൂഹത്തിലെ പൊതുഗണം, പൊതുവിശ്വാസ സമൂഹം, പൊതുജനസമൂഹം തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും പ്രവേശിക്കുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന നിത്യസനാതന പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാത്മാവിൻ്റെ സന്തോഷം ഉയർപ്പിൽ പ്രകടിപ്പിക്കുകയാണ്. സത്യപ്രകാശമേ നയിച്ചാലും എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉയരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു പടി കൂടി കടന്ന ആത്മസമർപ്പണത്തിൻ്റെ വിജയത്തിൽ പങ്കുചേരുകയാണ്. മരിച്ചവരിൽ നിന്ന് ദൈവപിതാവ് ഉയർപ്പിച്ച യേശുക്രിസ്തുവിനെ പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ മരണാനന്തര ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് മകനെ, മകളെ നീയും ആനയിക്കപ്പെടും. മകളെ, മകനെ നീയും നിത്യജീവനിലേക്ക് നയിക്കപ്പെടും എന്ന വാഗ്ദാനം സത്യമായി
നമുക്ക് വിശ്വാസ സമൂഹത്തിന് നൽകപ്പെടുന്ന വലിയ വാഗ്ദാനമാണ്. കർത്താവിനെക്കുറിച്ച് നാം പറയുന്നത് വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് പ്രോമിസ്. നാം എന്തിന് മനസ്സ് ക്ലേശിക്കണം? നമ്മുടെ മനസ്സ് എന്തിന് വ്യാകുലപ്പെടണം? ഇഫ് ഗാഡ് ഈസ് വിത്ത് us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തുവെങ്കിൽ നാമും അവിടുത്തോടുകൂടി ഉയർപ്പിക്കപ്പെടും. നാം ഉയർപ്പിക്കപ്പെട്ടാൽ അവിടുത്തോടുകൂടി ദൈവപിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് ഇരിപ്പിടം തയ്യാറായിരിക്കുന്നിടത്ത് നാമും ഇരിക്കും. ഞാനും എൻ്റെ സ്നേഹിതരും ഒരിടത്ത് എന്ന് കർത്താവ് പറഞ്ഞത് പൂർത്തിയാകും. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് പ്രോമിസ്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനല്ലേ? ആ വാഗ്ദാനങ്ങൾ ഉയർപ്പ് പെരുന്നാളിൽ നിവൃത്തിയാവുകയാണ്. ഇറ്റ്സ് എ ഗ്യാരണ്ടി ഫോർ us. നമുക്കൊരു തീർപ്പ് കൽപ്പിച്ചു തരുന്ന അനുഭവമാണ്. നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. പിതാവിൻ്റെ ഭവനത്തിലെ ഒരുക്കപ്പെട്ട വാസസ്ഥലം നിനക്ക് ക്രമീകരിക്കപ്പെട്ടിടത്ത് നീ ഇരിക്കും. ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഇരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരും. നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അവിടുന്ന് ആയിരിക്കുന്ന ഇടത്ത് നാമും ഇരിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ഇരിപ്പിടം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സിംഹാസനം, ദൈവപിതാവിൻ്റെ പക്കലുള്ള നമ്മുടെ വാസം ഉയർപ്പ് പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുകയാണ്. ആയതിനാൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ വിജയ കിരീടം കാണുക ഉയർപ്പിൻ്റെ തിളക്കമാർന്ന ഈ പ്രഭാതത്തിലാണ്. കർത്താവിനോട് നന്ദി പറയാം. വിശ്വാസ സമൂഹമേ, എന്നെ ശ്രവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സഹോദര സഹോദരി, മകനെ മകളെ, പിതാവേ മാതാവേ, ഒരു കാര്യം നിങ്ങൾ ഓർക്കുമോ? നമ്മുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ഇരിപ്പിടം അവിടുത്തെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തോടൊപ്പം ഉറപ്പാണ്. നാം എന്തിന് ഭയപ്പെടണം? നാം എന്തിന് ആകുലചിത്തരാകണം? ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ വയലിലെ പുഷ്പങ്ങളെയും അണിയിച്ചൊരുക്കുന്ന ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും തൻ്റെ ആത്മാവും തൻ്റെ പുത്രനെയും നൽകി നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് പറയുന്നു, നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ആ വാഗ്ദാനത്തിൻ്റെ ആഘോഷമാണ് ഇന്ന്. അതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തട്ടെ. എല്ലാവർക്കും ഉദ്ധിതനായ നമ്മുടെ കർത്താവിൻ്റെ ഈ വലിയ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു. ലോകമാസകലമുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ എൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. നമ്മുടെ സഭയിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഉദാത്തമായ സമർപ്പണം നൽകി നമ്മെ നയിക്കുന്ന അഭിമന്യരായ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന പ്രേക്ഷിതരായ നമ്മളുടെ വിവിധ രൂപതകളിലെ വൈദിക സഹോദരങ്ങൾ, ആശ്രമ ജീവിതത്തിലൂടെ സഭയെ ബലപ്പെടുത്തുന്ന ആശ്രമസ്ഥരായ വൈദികരും സഹോദരങ്ങളും, ആയിരക്കണക്കിന് സന്യാസിനികൾ ഈ സഭയുടെ വിശ്വാസ ജീവിതത്തെ പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ബലപ്പെടുത്തുന്നു. പതിനായിരക്കണക്കിന് നമ്മുടെ വിശ്വാസ സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ
ഭാരതത്തിലും കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭദ്രാസനങ്ങളായും റീജനുകളായും മിഷനുകളായും പ്രവർത്തിക്കുന്ന നമ്മുടെ അനേകം മിഷൻ പ്രദേശങ്ങളിൽ അവർക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മിഷൻ കോർഡിനേറ്റർമാർ, നമ്മളുടെ ഇടവകകൾ മിഷൻ കേന്ദ്രങ്ങളിൽ ശുശ്രൂഷിക്കുന്ന നമ്മളുടെ ഇടവക വൈദികർ, അവരെല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. വിശ്വാസ സംബന്ധമായ സാക്ഷ്യം സജീവമായി കൊടുപ്പാൻ കഴിയാത്ത ദേശങ്ങളിൽ ആരാധന നടത്തുന്ന ബഹുമാനപ്പെട്ട വൈദികരും ആരാധനയ്ക്ക് സജീവമായ പങ്കാളിത്തം നൽകുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുമായ എല്ലാ സഭാമക്കളും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഉയർപ്പ് തിരുനാളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയോട് എപ്പോഴും ആത്മബന്ധം നിലനിർത്തിപ്പോരുന്ന നമ്മുടെ സഹോദരീ സഭകളിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഉയർപ്പ് പെരുന്നാളിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോട് ഈ സഭയുടെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നാം ഒരു പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുക. നമ്മുടെ രാജ്യത്തും എല്ലാ ഇടങ്ങളിലും നാം എല്ലാ വിഭാഗം ജനങ്ങളുമായി സ്നേഹബന്ധത്തിലാണ് മുൻപോട്ട് പോവുക. നമ്മുടെ ഈ ഭാരതത്തിലെ ഹൈന്ദവ ഇസ്ലാം കുടുംബങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും മറ്റ് സമുദായങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന നിങ്ങളുടെ മധ്യേ ജീവിക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കരുതാൻ ഏറെ ഹൃദയത്തിൻ്റെ ശുദ്ധിയിൽ പരിശ്രമിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകം പേറുന്ന എല്ലാ സഭകളോടും ചേർന്ന് നിൽക്കുന്ന ആ സഭയുടെ പൊതുഭാഗമായി നിലകൊള്ളുന്ന ഈ സഭയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. തുടർന്നും ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എളിയവരായ ഞങ്ങളെയും ഈ സഭയെയും ഓർക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാ അനുഗ്രഹങ്ങളും ഉദ്ധിതനായ കർത്താവ് എല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ. ഹല്ലേലൂയ.